ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നത് മഹോദ്രവകാലത്തിന് മുൻപാണെന്നും അല്ല മഹോദ്രവകാലത്തിൻ്റെ മധ്യത്തിലാണെന്നും ഇങ്ങനെ പഠിപ്പിക്കുന്ന രണ്ട് കൂട്ടരുണ്ട്. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും അങ്ങനെ പഠിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചെറിയ ഒരു സംശയത്തിന് മറുപടി തന്ന് സഹായിക്കാമോ? എൻ്റെ പേര് ഡേവിഡ് അടിമാലി. എൻ്റെ ഫോൺ നമ്പർ 9951513110. ഈ വിഷയത്തെക്കുറിച്ച് തെളിവുകൾ തന്ന് എൻ്റെ സംശയം ദൂരീകരിക്കാൻ കഴിവുള്ള ആരെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സംശയം ഇത്രമാത്രമുള്ളൂ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു. അതായത് കർത്താവിൻ്റെ കാഹളം മുഴങ്ങുന്ന സമയത്ത് നടക്കുന്ന പുനരുത്ഥാനമാണ്. അതായത് സഭ എടുക്കപ്പെടുന്ന നിമിഷത്തിൽ നടക്കപ്പെടുന്ന പുനരുത്ഥാനത്തെയാണ് ഒന്നാമത്തെ പുനരുത്ഥാനം എന്ന് പറയുന്നത്. ആ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരെന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ ന്യായാസനങ്ങൾ കണ്ടു, അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയും അധികാരവും കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചന നിമിത്തവും തലഛേദിക്കപ്പെട്ടവരും. ആദ്യത്തെ ഒരു കൂട്ടർ പറയുന്നു യേശുവിൻ്റെ സാക്ഷ്യവും അവൻ്റെ വചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും. പിന്നെ രണ്ടാമത്തെ ഒരു കൂട്ടർ പറയുന്നത് മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ നമസ്കരിക്കാത്തവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാത്തവരുമായുള്ളവരുടെ ആത്മാക്കളെയും എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു കൂട്ടരെ പറഞ്ഞിട്ട് പറയാണ് ഇവരെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച്, അവരെന്ന് പറഞ്ഞാൽ ആദ്യം യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചന നിമിത്തവും തലഛേദിക്കപ്പെട്ടവർ ആയവർ. അവരെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 4, 5, 6 വാക്യങ്ങൾ പറയുന്നുണ്ട്. അവരോട് പറയുകയാണ്, ഇനിയും നിങ്ങളെപ്പോലെ കൊല്ലപ്പെടുവാനുള്ള അല്പം കുറേ ആളുകളോട് വരാനുണ്ട്, അവരും കൂടെ വരുന്നത് വരെ നിങ്ങൾ അടങ്ങിപ്പാർക്കുക എന്ന് പറയുന്നു. ആ വരുവാനുള്ളവർ യേശുവിൻ്റെ വചന നിമിത്തവും സാക്ഷ്യ നിമിത്തവും എന്നല്ല പറയുന്നത്. അവർ കുറിച്ച് ഇവിടെ പറയുന്നത് മൃഗത്തിൻ്റെയോ പ്രതിമയെയും നമസ്കരിക്കാത്തവരെയും നെറ്റിമേലോ കൈമേലോ മുദ്ര ഏൽക്കപ്പെടാത്തവരും. അപ്പോൾ ഈ രണ്ട് കൂട്ടരും ഒരുമിച്ചാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. ഈ മൃഗത്തെയും അതിൻ്റെ പ്രതിമയും നമസ്കരിക്കുന്നത് മഹാപീഡനകാലത്താണല്ലോ, മഹോദ്രവകാലത്താണ്. നെറ്റിമേലും കൈമേലും മുദ്ര ഏൽക്കാത്തവരെന്ന് പറയുന്നത് മഹോദ്രവകാലത്താണല്ലോ, സംശയിക്കേണ്ട മഹോദ്രവകാലത്ത്. അപ്പോൾ ഈ രണ്ട് കൂട്ടരും ഒരുമിച്ച് എഴുന്നേറ്റ് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ അവർ പങ്കുചേരുന്നുവെങ്കിൽ എൻ്റെ ന്യായമായ ചോദ്യം, സംശയം എന്ന് പറയുന്നത് മഹോദ്രവകാലത്തിന് മുൻപ് സഭ എടുക്കപ്പെട്ടുവെങ്കിൽ ഒരു ചോദ്യം, എന്തുകൊണ്ട് ആ എടുക്കപ്പെട്ട കൂട്ടത്തിൽ ഈ യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തവും തലഛേദിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ അവർ ഉയർത്തെഴുന്നേറ്റില്ല? അവരെന്തുകൊണ്ട് വൈകി? ഒരു ചോദ്യം. അടുത്തൊരു സംശയം എനിക്കുണ്ടാകുന്നത്, ഒന്നാമത്തെ പുനരുത്ഥാനത്തിലാണ് ഇവർ ഉയർത്തെഴുന്നേൽക്കുന്നത്. ആ ഒന്നാമത്തെ പുനരുത്ഥാനം മഹോദ്രവകാലത്തിന് മുൻപ് നടന്നുവെങ്കിൽ അവരങ്ങനെ പുനരുത്ഥാനം നടന്നതിന് ശേഷമാണ് അവർ കൊല്ലപ്പെട്ടത്. അതായത് ഉയർത്തെഴുന്നേറ്റതിന് ശേഷമാണ് മരിച്ചതെന്നാണ് എൻ്റെ ചോദ്യം. ഞാനൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് മരിച്ചതിന് ശേഷമാണ് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റുകയുള്ളെന്നാണ്. ഇവിടെ മഹോദ്രവകാലത്തിന് മുൻപ് സഭയെടുക്കപ്പെടുമെന്നും മഹോദ്രവകാലത്തിൻ്റെ നടുവിൽ വെച്ച് സഭയെടുക്കപ്പെടുമെന്ന് പറയുന്നവർ ന്യായമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെനിക്ക് മനസ്സിലാകാതെ പോയതും നിങ്ങൾക്ക് മനസ്സിലായതുമാണെങ്കിൽ ദയവ് ചെയ്ത് എനിക്കൊന്ന് പറഞ്ഞു തരണമേ. ഇവിടെ പറയുന്നത് മഹോദ്രവകാലത്ത് കൊല്ലപ്പെടുന്നവരുടെ ആത്മാക്കളും അതിനു മുൻപ് കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കളും ഒരുമിച്ച് ഒന്നാം പുനരുത്ഥാനത്തിൽ ചേരുന്നുണ്ട് എങ്കിൽ മഹോദ്രവകാലം കഴിഞ്ഞിട്ടല്ലേ ഒന്നാമത്തെ പുനരുത്ഥാനം നടക്കുന്നത്? ദയവ് ചെയ്ത് ഇതിനൊരു മറുപടി തരണമേ. മറുപടി തരാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇത് കേൾക്കുന്ന ആരും മഹോദ്രവകാലം കഴിഞ്ഞിട്ടേ സഭ എടുക്കപ്പെടുകയുള്ളൂ എന്നുള്ള സത്യ ഉപദേശത്തിനെതിരായി സംസാരിക്കരുത്, ശബ്ദിക്കരുത്. നിങ്ങൾ ശാഠ്യക്കാരും മത്സരക്കാരുമാകരുത്. ദൈവത്തിന് പൊറുക്കാൻ പറ്റുന്ന ഒരു പാപമല്ല. അതുകൊണ്ട് ഈ സംശയത്തിന് മറുപടി തരാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ആ കൂട്ടത്തിൽ ആ 7 പുനരുത്ഥാനമുണ്ട് എന്ന് പറയുന്നതിൻ്റെ തെളിവുകളും കൂടി ഒന്ന് തന്ന് സഹായിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. സൗജന്യമായി പ്രാപിച്ചത് സൗജന്യമായി കൊടുപ്പിൻ. ഈ സഹോദരനെ ഒന്ന് സഹായിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.